തിരുവനന്തപുരം നന്ദിയോട് സ്കൂൾ തെരഞ്ഞെടുപ്പിൽ വോട്ടിന് മദ്യം നൽകിയെന്ന ആരോപണം. SKVHSS സ്കൂളിൽ വിദ്യാർത്ഥിയുടെ ബാഗിൽ നിന്നും മദ്യം കണ്ടെത്തി. ബാഗിൽ നിന്നും പോലീസ് മദ്യം പിടിച്ചെടുത്ത ദൃശ്യം 24-ന് കിട്ടുകയും ചെയ്തു. ആ ദൃശ്യം പ്രേക്ഷകരെ കാണിക്കാൻ കഴിയും എന്ന് കരുതുന്നു. അതാണ് ആ ദൃശ്യം. അത് ബാഗിൽ നിന്നും ഈ പറയുന്ന കുപ്പി, ഒരു ബാഗിനകത്തുനിന്നൊരു കുപ്പി, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെന്ന് തോന്നുന്നു അല്ലേ? SKVHSS എന്ന് പറയുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ ഒരു ബാഗിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു കുപ്പി പോലീസ് കണ്ടെടുക്കുന്നതിൻ്റെ ഫോണിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇതായി കാണുന്നത്. എന്നാൽ മദ്യം കണ്ടെത്തിയ ബാഗ് സ്കൂൾ വിദ്യാർത്ഥിയുടേതാണോ എന്ന് ഉറപ്പിക്കാനായിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിൽ SFIക്കെതിരെ ആരോപണവുമായി KSU രംഗത്ത് വന്നു. ആരോപണം SFI നേതൃത്വം നിഷേധിച്ചു. സ്കൂളിലേക്ക് ഉടൻ KSU മാർച്ച് നടത്തും. വിവരങ്ങളുമായി സലിം മാലിക് ചേർന്നു. സലിം, അതിൻ്റെ വ്യക്തത പോലീസ് പറയുന്നത് എന്താണ്? ഇപ്പോൾ സ്കൂൾ വിദ്യാർത്ഥിയുടെ ബാഗിൽ കുപ്പി കാണേണ്ട കാര്യമില്ല. ഹാഷ്മി, നന്ദിയോട് SKVHSS സ്കൂളിലെ തെരഞ്ഞെടുപ്പായിരുന്നു. വ്യാഴാഴ്ചയായിരുന്നു ഈ സ്കൂൾ തെരഞ്ഞെടുപ്പ് നടന്നത്. അതിനിടയിലാണ് ഈ നിലയിൽ ഒരു ആരോപണം ഉയർന്നു വന്നത്. ഈ സ്കൂൾ പരിസരത്ത് വെച്ച് പോലീസിന് സമീപത്ത് ഒരു വിദ്യാർത്ഥിയുടെ പക്കൽ നിന്നാണ് ബാഗ് കിട്ടിയത് എന്നുള്ളതാണ് KSU പ്രവർത്തകർ ആരോപിക്കുന്നത്. അതിൽ നിന്നും മദ്യം കണ്ടെടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. പക്ഷേ പോലീസ് പറയുന്നത് സ്കൂൾ വിദ്യാർത്ഥിയുടേതാണോ എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. മാത്രമല്ല, രേഖാമൂലം പരാതി നൽകാത്തത് കൊണ്ടാണ് ആ കേസ് ഇതുവരെ അന്വേഷിക്കാത്തത് എന്നാണ് പറയുന്നത്. പക്ഷേ സ്കൂളിൽ 18 വയസ്സ് തികയാത്ത കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിന്റെ പരിസരത്ത് നിന്ന് ഒരു മദ്യക്കുപ്പി കണ്ടെത്തിയിട്ട് അതിനുശേഷം അതിൽ രേഖാമൂലം പരാതി ഇല്ലാത്തത് കൊണ്ട് അന്വേഷിക്കുന്നില്ല എന്ന് പറയുന്നതിലെ യുക്തി എന്തായാലും ബോധ്യപ്പെട്ടിട്ടില്ല. അപ്പോഴും KSU ആരോപിക്കുന്നത് SFI പ്രവർത്തകർ ഈ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വ്യാപകമായി മദ്യം വിതരണം ചെയ്യുകയും ഒപ്പം തന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 100 വോട്ട് ഫോർ SFI എന്നെഴുതി 100 രൂപ വീതം നൽകുകയും ചെയ്തു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇത് ഒരു രാഷ്ട്രീയ വിഷയമായി KSU ഉയർത്തുകയും സ്കൂളിലേക്ക് അല്പസമയത്തിനകം മാർച്ച് നടത്തുകയും ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനിടയിൽ ഈ ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതും സ്കൂളിൽ ആരും ഒരു വിദ്യാർത്ഥികളും മദ്യപിച്ച് വന്നിട്ടില്ല എന്നുള്ളതുമാണ് സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നത്. SFI ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നു. അതിനുശേഷം വിജയിച്ച SFI സ്ഥാനാർത്ഥികളുമായി റോഡിലേക്ക് പ്രവർത്തകർ ഇറങ്ങുന്ന പശ്ചാത്തലത്തിൽ ഇടവഴിയിലേക്ക് ചെന്ന് +2 വിദ്യാർത്ഥികൾ മദ്യപിച്ചു എന്നുള്ളത് ചില നാട്ടുകാർ കണ്ടു. അതിന് പിന്നാലെയാണ് KSU പ്രവർത്തകർ ഈ വിഷയം ഏറ്റെടുത്തത് എന്നുള്ളതാണ് KSU പ്രവർത്തകർ ആരോപിക്കുന്നത്. ഹാഷ്മി, ആ സ്കൂളിൽ നിന്നാണ് സ്കൂൾ കുട്ടിയുടെ ബാഗിൽ നിന്ന് മദ്യം കണ്ടെത്തിയെന്നാണ് KSUവിൻ്റെ ആരോപണം. പക്ഷേ അത് സ്കൂൾ വിദ്യാർത്ഥിയുടെ ബാഗാണോ എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ബാഗ് കണ്ടിട്ട് സ്കൂൾ കുട്ടിയുടെ ബാഗ് പോലെ തോന്നുന്നുണ്ട്, സ്കൂൾ കൊണ്ടുപോകുന്ന ബാഗ് പോലെ തോന്നുന്നുണ്ട്. നമുക്കറിയില്ല, ഉറപ്പിക്കാനായിട്ടുള്ളതെന്ന് പോലീസ് പറയുന്നു. സംഭവത്തിൽ SFIക്കെതിരെയാണ് KSUവിൻ്റെ ആരോപണം. എന്തായാലും അതിൽ വ്യക്തത വരട്ടെ.